ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് എത്ര വലിയ ചകിരി മുടിയും നമുക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും കാണാൻ ഒരു ഷൈനി ലുക്കൊക്കെ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബിഫോർ ആഫ്റ്റർ ഇതിന്റെ ലൈവായിട്ടുള്ള റിസൾട്ട് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് കാണിക്കുന്നുണ്ട്. അതുമാത്രമല്ല ഇപ്പം നമുക്ക് പാർലറിലൊക്കെ പോയിട്ട് കെമിക്കൽ യൂസ് ചെയ്ത് സ്മൂത്തനിങ് ചെയ്യുമല്ലോ, ആ ഒരു റിസൾട്ട് നമുക്ക് 100% നേച്ചുറലായിട്ട് ചെയ്ത് കിട്ടുന്ന അറിയുമ്പോൾ അതിലും വലിയ സന്തോഷം വേറെ ഇല്ല. അത്രയും എഫക്റ്റീവാണ് ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. ഇനി നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ 3 ടേബിൾ സ്പൂൺ ഉഴുന്നും 3 ടേബിൾ സ്പൂൺ ഉലുവയും ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മുടെ ഉലുവയും അതേപോലെ തന്നെ ഉഴുന്നും നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആകാനും സ്മൂത്ത് ആകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയന്റ് ആണ്. തലേന്ന് തന്നെ വെള്ളത്തിൽ കുതിർത്തെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അടുത്തതായിട്ട് വേണ്ടത് 2 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ്. ഗോതമ്പ് പൊടിയിലേക്ക് മിക്സ് ചെയ്യാനായിട്ട് തേങ്ങാപ്പാൽ വലിയൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാപ്പാൽ നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു നേച്ചുറൽ കണ്ടീഷണർ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടിയാണ് നമ്മുടെ തേങ്ങാപ്പാൽ. അത് മാത്രമല്ല നമ്മുടെ തലയോട്ടിയിൽ നേച്ചുറലായിട്ട് ഉണ്ടാവുന്ന ഒരു എണ്ണമയം നിലനിർത്താനും നമ്മുടെ സ്കാൽപ്പൊക്കെ വിണ്ട് കീറിയിട്ട് നമുക്ക് നന്നായിട്ട് ഹെയർ ഫോൾ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി നമ്മുടെ തലയോട്ടിക്ക് നമ്മുടെ മുടിക്ക് നല്ലൊരു മോയ്സ്ചറൈസർ തരാനൊക്കെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ തേങ്ങാപ്പാൽ. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഒരു മുട്ടയാണ്. മുട്ടയുടെ വെള്ളം മാത്രം മതിയാവും. മുട്ടയുടെ വെള്ളം നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ഇനി ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇടുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ തേങ്ങാപ്പാൽ ഇതിലേക്ക് മിക്സ് ചെയ്ത് നല്ല രീതിക്ക് തന്നെ ഇളക്കി കൊടുക്കണം. കാരണം ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കട്ട പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അത് കാരണം തന്നെ നല്ല രീതിക്ക് നമുക്ക് പേസ്റ്റ് രൂപത്തിൽ നന്നായിട്ട് നമ്മുടെ സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല രൂപത്തിൽ പേസ്റ്റായിട്ട് അടിച്ചെടുക്കാം. പക്ഷേ ഞാൻ ഇന്ന് മിക്സിയുടെ ജാറിലൊന്നും ഇടുന്നില്ല. ഞാൻ നന്നായിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം നല്ല രീതിക്ക് തന്നെ മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ മുമ്പ് എടുത്ത് വെച്ചിരിക്കുന്ന ഉലുവയും ഉഴുന്നും കൂടെ ഒരു മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒഴിച്ച് നല്ല രൂപത്തിൽ പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കുക. അതിനുശേഷം നമ്മുടെ ഈ മിക്സിലോട്ട് നന്നായിട്ട് ഇട്ട് ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് തന്നെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ല രീതിക്ക് മിക്സ് ചെയ്ത് നല്ലൊരു കുഴമ്പ് രൂപത്തിലാവുമ്പോൾ, ഒരു പേസ്റ്റ് രൂപത്തിലാവുമ്പോൾ നമുക്കൊരു മുട്ടയുടെ വെള്ളയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മുട്ടയുടെ വെള്ള ഒഴിക്കുന്നത് വീഡിയോ എടുക്കുമ്പോൾ കട്ടായി പോയി കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നല്ല രീതിക്ക് ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പേസ്റ്റ് രൂപത്തിലാക്കുക. ഇപ്പം നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു ചെറുനാരങ്ങ നീരും കൂടെ വേണം. ചെറുനാരങ്ങ നീര് ഒരു ടേബിൾ സ്പൂൺ മതിയാവും. ഞാനിപ്പോൾ അളന്നൊന്നും കാണിക്കുന്നില്ല. ഞാൻ ഒരു ടേബിൾ സ്പൂൺ ലെവൽ ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്. അതായത് നമ്മുടെ തലയോട്ടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസോ ചൊറിച്ചലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി നമ്മുടെ തലയോട്ടിയെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറുനാരങ്ങ നീരും കൂടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നല്ലൊരു ക്രീമി ടെക്സ്ചറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ലിക്വിഡും അല്ല, നല്ല തിക്കായിട്ടുള്ള രൂപത്തിലും അല്ല. ഇപ്പം ഞാൻ കാണിക്കുന്ന ഈ ഒരു പരുവത്തിൽ ആയിട്ടുണ്ടാവും നമ്മുടെ പാക്ക്. ഇനി ഇത് നമ്മുടെ മുടിയിലേക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അപ്ലൈ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും ബിഫോർ ഉള്ള മുടിയാണ് ഇന്ന് ഞാൻ എൻ്റെ മുടിയിലല്ല കാണിക്കുന്നത്. എൻ്റെ മുടിയിൽ കാണിക്കുന്നതിനേക്കാളും നല്ലത് വേറെ മുടിയിൽ കാണിക്കുമ്പോൾ അതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങളുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊരു ശ്രമം കേട്ടോ. അപ്പോൾ ബിഫോർ ഉള്ള മുടിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് തുടങ്ങാം. പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അതിന് മുൻപായിട്ട് നമ്മൾ എപ്പോഴും ചെയ്യുന്ന രീതിക്കും തലയോട്ടിയിൽ നല്ല രീതിക്ക് മുടിയിലൊക്കെ ഓയിൽ അപ്ലൈ ചെയ്യുക. അതിനുശേഷം മുടിയിൽ ജടയൊക്കെ എടുത്തതിന് ശേഷം നമുക്കിത് 2 ഭാഗത്ത് വകച്ചിലിട്ട് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്ക് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര വലിയ ചകിരി മുടിയും നല്ല സോഫ്റ്റ് ആക്കിയിട്ടും സ്മൂത്ത് ആക്കിയിട്ടും കാണാൻ ഒരു ഷൈനി ലുക്കൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് കാരണം തന്നെ ഈ ഒരു പാക്ക് നമുക്ക് നല്ല രീതിക്ക് തന്നെ ഓരോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് തന്നെ എടുത്ത് അപ്ലൈ ചെയ്യണം. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന പാക്കുകളെക്കാളും ഡിഫറെൻ്റ് ആണ് ഈ ഒരു പാക്ക്. കാരണം നമുക്ക് എല്ലാ മുടിയും സോഫ്റ്റ് ആയിട്ട് കിട്ടണം. ഇപ്പം നമ്മൾ അവിടെ തേച്ച് പിടിപ്പിച്ച് ഹെയർ വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പം നല്ല രീതിക്ക് തന്നെ സെക്ഷൻ ബൈ സെക്ഷനായി എടുത്ത് ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് നന്നായിട്ട് വേർതിരിച്ച് ഓരോ സെക്ഷനായി എടുത്ത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുടിയുടെ വേര് മുതൽ തുമ്പ് വരെ നല്ല രീതിക്ക് ഇങ്ങനെ നീട്ടി വലിച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക്, അതാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. നമ്മുടെ മുടിയിൽ, എൻ്റെ മുടിയിൽ തന്നെ ഞാനിത് കാണിക്കുമ്പോൾ എനിക്കത് എക്സ്പ്ലെയിൻ ചെയ്യാനും അതേപോലെ തന്നെ കാട്ടിത്തരാനും ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലൈവായിട്ട് കാണിക്കുകയും ചെയ്യാം. ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും എന്നൊക്കെ കരുതിയിട്ടാണ് ഇങ്ങനെ ഞാൻ ചെയ്യുന്നത്.
അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ സെക്ഷൻ തിരിച്ച് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ മുടിയിൽ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് നിൽക്കുന്ന, അതായത് നമ്മുടെ മുടിയുടെ തുമ്പ് മുതൽ അറ്റം വരെ ഒരേ ഷേപ്പിലായിരിക്കില്ല കിടക്കുന്നത്. ഇടയിൽ വെച്ച് ഇങ്ങനെ മുടി അൺഹെൽത്തി ആയിട്ട് വളഞ്ഞ് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടി ഹെൽത്തി ആയിട്ടും ഒപ്പം തന്നെ നല്ല സ്മൂത്ത് ആയിട്ടും സോഫ്റ്റ് ആയിട്ടും ഒക്കെ കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതേ രീതിക്ക് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു സെക്ഷൻ മുഴുവനായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കാം. അപ്പോൾ ഒരു സെക്ഷൻ മുഴുവനായിട്ട് നമ്മുടെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വേറൊരു സെക്ഷൻ എടുത്ത് വെച്ചത് ഇതേപോലെ വേർതിരിച്ച് എല്ലായിടത്തും അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഹെയർ പാക്ക് എല്ലായിടത്തും തന്നെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി 20 മിനിറ്റ് നമുക്ക് ഇങ്ങനെ തന്നെ വെക്കാം. അതിനുശേഷം നമുക്കൊരു മൈൽഡ് ഷാമ്പു വെച്ച് നമ്മുടെ മുടി നന്നായിട്ട് കഴുകി കളയാം. അതിനുശേഷം ഇതിന്റെ റിസൾട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ മുടി ഉണങ്ങിയിട്ടുമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും എങ്ങനെയാണ് നമ്മുടെ മുടിയിൽ മാറ്റം ഒറ്റ യൂസിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. എങ്കിൽ കൂടി ഞാൻ പറയാം, നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട്. അതിലുപരി നല്ലൊരു തിക്നെസ് തോന്നിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഹെയർ സ്മൂത്തനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പാക്ക് ചെയ്തത്. പക്ഷേ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്താ പറയുക 4 മടങ്ങാണ് കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. കാരണം നമ്മുടെ ഹെയർ സ്മൂത്തിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുടിക്കൊരു നല്ലൊരു തിക്നെസ് കൂടി തോന്നിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രധാന വശം. ഇപ്പം നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ മുടിക്ക് ഒട്ടും വോളിയം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുക കേട്ടോ. നമ്മുടെ മുടി നന്നായിട്ട് ഫ്രിസിയൊക്കെ മാറ്റിയെടുത്തിട്ട് നമ്മുടെ മുടിക്ക് നല്ല ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ നല്ലൊരു തിക്നെസ് തോന്നിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മൊത്തത്തിൽ ഈ ഒരു ഹെയർ പാക്ക് അടിപൊളിയാണ്. ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഹെയർ തിക്നെസ്സും കൂടി ഇതിനൊപ്പം തന്നെ നമുക്ക് ആവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞാൻ യൂസ് ചെയ്ത എനിക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് റിസൾട്ട്, ഞാൻ ഏതൊരു ഹെയർ പാക്കും ഏതൊരു ഹെയർ മാസ്കും ഞാൻ യൂസ് ചെയ്ത് എനിക്ക് 100% അത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പോൾ എല്ലാവരും ചോദിക്കണ്ടായി, ചേച്ചി ഇത് യൂസ് ചെയ്താൽ റിസൾട്ട് കിട്ടുമോ, ഇത് യൂസ് ചെയ്താൽ അത് നമുക്ക് ഹെയർ ലോസ് കണ്ടോ, അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അപ്പം ഞാൻ അതിനുള്ള മറുപടിയും കൂടിയിട്ടാണ് പറയുന്നത്. ഏതൊരു ഹെയർ പാക്കും ഏതൊരു ഹെയർ മാസ്കും ഞാൻ യൂസ് ചെയ്ത് എനിക്ക് റിസൾട്ട് കിട്ടിയാൽ മാത്രമേ അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. ഇപ്പം ഞാൻ ഈ ഒരു പാക്ക് ഞാൻ ആദ്യമായിട്ടാണ് യൂസ് ചെയ്തത്. പക്ഷേ ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുള്ളത്. അപ്പോൾ എനിക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്തിട്ട്. അതുകൊണ്ടാണ് ഉടനെ ഈ ഒരു പാക്ക് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്ത അടിപൊളി ടിപ്പുമായിട്ട് വരുന്നവരെ ബൈ.